പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാച്ചിക്കളയുമെന്ന ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടൊരു ഫോൺ കോൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈ പോലീസിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യുഎസിലേക്ക് പുറപ്പെടാനിരിക്കെയായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന വിമാനത്തിന് നേരെയാണ് ഭീകരാക്രമണ ഭീഷണി മുഴക്കിയിരിക്കുന്നതും. അവസാനം ഭീഷണി മുഴക്കിയ വ്യക്തിയെ മുംബൈ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാൾ മാനസിക രോഗിയാണോ എന്ന സംശയവും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഫെബ്രുവരി 11-നാണ് മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നതും. പ്രധാനമന്ത്രി വിദേശത്തേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം തീവ്രവാദികൾ ആക്രമിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ് നൽകിയതും. വിവരത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് മറ്റ് ഏജൻസികളെ അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഔദ്യോഗികമായി പോലീസ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. മുംബൈയിലെ ചെമ്പൂർ മേഖലയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും. ഈ മാസം 10-നാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലേക്കുള്ള വിദേശ സന്ദർശനത്തിനായി പുറപ്പെട്ടതും. കഴിഞ്ഞ ദിവസം നടന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം സഹ അധ്യക്ഷനായിരുന്നു. ഫെബ്രുവരി 12-ന് പ്രധാനമന്ത്രി US സന്ദർശനത്തിനായി തിരിക്കും. അതേസമയം ഇതാദ്യമായല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നതും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോലും ട്രാഫിക് പോലീസ് ഹെൽപ്പ് ലൈനിലേക്ക് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. 2 ISI ഏജന്റുമാർ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതി ഇടുന്നുണ്ടായിരുന്നു എന്നതാണ് ഭീഷണിയുടെ ഉള്ളടക്കം. കൂടാതെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് കണ്ടാവാലി സ്വദേശിയായ ശീതൽ ചവാനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയുമായി ഇവർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു. അതേസമയം ഇതാദ്യമായിട്ടല്ല പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഭീകരർ രംഗത്തെത്തുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയാൽ അറസ്റ്റിലായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. കർണാടക യഹിന്ദ് സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളാണ് സമൂഹ മാധ്യമത്തിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതും. ഭീഷണി സന്ദേശത്തിനിടെ വാൾ അടക്കമുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നതും കാണാം. ഇയാൾ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. പ്രധാനമന്ത്രി തെലങ്കാനയിൽ സന്ദർശനം നടത്തുന്നതിനിടെ വന്ന ഭീഷണി സന്ദേശത്തെ ഗൗരവത്തോടെയാണ് പോലീസ് കണക്കാക്കിയതും. പ്രധാനമന്ത്രിയെ കൂടാതെ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അദ്ദേഹത്തെയും വധിക്കുമെന്നും വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാനയിലെ സംഘറെഡ്ഡിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി തുടങ്ങാനിരിക്കെയായിരുന്നു ഈ ഭീഷണി സന്ദേശം വന്നതും. റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി ആരംഭിച്ചതും. അതേസമയം മോദി നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ ഭീഷണി കത്ത് എഴുതിയ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കത്ത് എഴുതിയതെന്നും പ്രതി സമ്മതിക്കുകയും ചെയ്തിരുന്നു. കടവന്ത്ര സ്വദേശിയായ സേവ്യർ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായതും. സേവ്യറിന്റെ കൈയക്ഷരം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് കാണിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു ഭീഷണി കത്ത് ലഭിച്ചതും. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച കത്ത് K സുരേന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. അതേസമയം കത്ത് ലഭിച്ചതിലും അതിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും നമ്പറും അടക്കം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഭീഷണി കത്ത് അയച്ചതിനു പിന്നിൽ താനല്ല എന്ന ആരോപണ വിധേയനായ NJ ജോണി എന്ന വ്യക്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കത്തിന് പിന്നിൽ ആരാണ് എന്ന് തനിക്ക് അറിയാമെന്നും മുൻ വൈരാഗ്യത്തിന്റെ പുറത്ത് കടവന്ത്ര സ്വദേശിയായ ആളാണ് കത്ത് അയച്ചതെന്നും ജോണി തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.